എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതും ഇല്ല എന്നുള്ള വാക്യമാണ്. ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ ഒക്കെ കടന്നു വരുമ്പോൾ സർവസാധാരണയായി പറയുന്നതായൊരു പദമുണ്ട്: ദൈവത്തിൻ്റെ പരീക്ഷകളാണ് എന്നുള്ളതായ വാക്കുകൾ. എന്നാൽ ഈ വാക്യത്തിനുള്ളിൽ അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്നുള്ള വാക്കുകളാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടാകാറുള്ളത്? അതിൻ്റെ 14-15 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു എന്ന് പറയുന്നുണ്ട്. ജീവിതത്തിനകത്ത് ആഗ്രഹങ്ങളും ആശകളും ഒക്കെ കടന്നു വരികയും ആ ആഗ്രഹിച്ചതിനെ കരസ്ഥമാക്കുവാൻ വേണ്ടി, ആ മോഹിച്ചതിനെ കരസ്ഥമാക്കുവാൻ വേണ്ടി ദൈവികമല്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്യുന്നതായ ഘട്ടങ്ങളിൽ ചില പ്രതിസന്ധികളോ കഷ്ടതകളോ നഷ്ടങ്ങളോ സങ്കടങ്ങളോ ഒക്കെ കടന്നു വന്നാൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമല്ലെന്നും അത് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായ മോഹനിമിത്തമാണ് ആ പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകേണ്ടി വന്നതെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നതായ ഒരു പദമുണ്ട്. അവിടെ അബ്രഹാമിനെ പരീക്ഷിക്കുകയല്ല ദൈവം ചെയ്തത്, അബ്രഹാമിനെ ദൈവം പരിശോധിക്കുകയാണ് ചെയ്തത്. കാരണം അത്യുന്നതനായ ദൈവത്തോടുള്ള സ്നേഹം അബ്രഹാമിന് എത്രമാത്രമുണ്ട് എന്ന് പരിശോധിക്കേണ്ടതിന് തൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ യാഗം കഴിക്കണം എന്ന് പറയുന്ന വാക്കുകളാണ്. ദൈവത്തേക്കാൾ കൂടുതൽ ഇസഹാക്കിനോട് തനിക്ക് പ്രിയമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു ആ കാര്യങ്ങളിലൂടെ, ആ സ്ഥിതിയിലൂടെ, ആ സാഹചര്യത്തിലൂടെ അബ്രഹാമിനെ നയിപ്പാനിടയായത്. അവിടെ അബ്രഹാം മകനേക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് തൻ്റെ പരിശോധനയിൽ താൻ തെളിയിച്ച് കാണിക്കുന്നതായ ചരിത്രവും ഓർപ്പിക്കുന്നുണ്ട്. ദൈവം പരിശോധിക്കുകയാണ് ചെയ്യുന്നതെന്നും പരീക്ഷകൾ ജീവിതത്തിനകത്ത് ദൈവം നൽകുന്നില്ലെന്നും പരീക്ഷകൾ ജീവിതത്തിൽ കടന്നു വരുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ചിട്ടാണെന്നും മോഹം ഗർഭം ധരിക്കുകയും പാപത്തെ പ്രസവിക്കുകയും പാപം മുഴുത്തിട്ട് മരണത്തെ പെറുകയും ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നാം പരീക്ഷിക്കപ്പെടുമ്പോൾ അത് ദൈവത്താൽ എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുകയല്ല, അതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് സംഭവിക്കപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് കൂടെ വസിപ്പാനും ആ നിലയിൽ നിലനിൽപ്പാനും കഴിയേണ്ടതിന് ഓരോ ദിവസങ്ങളും നമുക്കോരോരുത്തർക്കും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തിയുള്ള ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ,
അങ്ങ് ഞങ്ങളെ പരീക്ഷിക്കുന്നില്ലെന്നും അങ്ങ് ഞങ്ങളെ പരിശോധിക്കുമ്പോൾ അതിൽ ഞങ്ങൾ തികഞ്ഞവരായി തീരുവാൻ തക്ക തലത്തിലുള്ള ഒരു ജീവിത പശ്ചാത്തലത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.